ഹായ്, ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള സംഭാരം ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം കുറച്ച് ചേരുവകൾ ചതച്ചെടുക്കാനുണ്ട്. 6 ചെറിയുള്ളി, ചെറിയ ടൈപ്പ് ചെറിയുള്ളിയാണ്, അതുകൊണ്ട് 6 എടുത്തത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ച ഉള്ളി കുറച്ച് വലിയ മൺപാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ചതച്ചെടുക്കാം. ഇഞ്ചി ചതച്ചതും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചതച്ചെടുക്കാം. മുളകൊക്കെ എരിവനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇതൊക്കെ ചതയ്ക്കുമ്പോൾ പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട കേട്ടോ. അപ്പോൾ ഇതും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ അതിൽ നിന്നൊരു 2-3 എടുത്തിട്ട് ഒന്ന് ചതയ്ക്കാം. ഇതിൻ്റെ ഫ്ലേവർ മോരിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ബാക്കി കറിവേപ്പില എടുത്തിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി മുറിച്ച് ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് പുളിയുള്ള കട്ടിത്തൈര് വേണം. നിങ്ങൾക്ക് നല്ല മോര് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ തൈരാണ് എടുക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കണം. കട്ടയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൂട്ടിലേക്ക് ബീറ്റ് ചെയ്ത തൈര് ഒഴിക്കാം. ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ചേർക്കാം. സാധാ വെള്ളമാണ്. തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് ഫ്ലേവറൊക്കെ നന്നായിട്ട് മോരിലേക്ക് ഇറങ്ങും. മൺകലത്തിൽ തന്നെ കുറേ നേരം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തണുപ്പും ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സംഭാരമാണ്. ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.